നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാനെ ആക്രമിക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. സംഭവം ട്രംപിനിട്ടാണ് താങ്ങ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഭാരതാംബ ചിത്ര വിവാദത്തിലൂടെ ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ പോര് വീണ്ടും സജീവമാവുകയാണ്. ഇനി നിലമ്പൂരിൽ പെട്ടി പൊട്ടിക്കുന്നതിനായുള്ളൊരു കാത്തിരിപ്പാണ്. അടിയൊഴുക്കുകൾ ആരെ തുണച്ചു എന്ന് തിങ്കളാഴ്ച അറിയാം. ഇന്നും വാർത്തകൾ കൊണ്ട് സമ്പന്നമായ ഒരു ദിനം തന്നെയാകും. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇറാനെതിരായ യുദ്ധത്തിൽ ആരുടെയും സഹായം വേണ്ടെന്നും ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമെന്നും ഇസ്രായേൽ. സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ്. നയതന്ത്ര ശ്രമം തുടരുമെന്ന് ട്രംപ്. സമാധാന ശ്രമങ്ങൾക്കുള്ള UN രക്ഷാസമിതി യോഗം ഇന്ന്. ഭാരതാംബ വിവാദത്തിൽ നിലപാടിലുറച്ച ഗവർണർ. സെൻട്രൽ ഹാളിലെ ചിത്രം മാറ്റില്ല. ഔദ്യോഗിക ചടങ്ങുകൾ രാജ്ഭവനിൽ നടത്തേണ്ട എന്ന തീരുമാനത്തിൽ സർക്കാർ. നിലമ്പൂരിൽ 74.35% പോളിംഗ്. വിജയപ്രതീക്ഷയോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. വിലയിരുത്താൻ ഇന്ന് CPM സെക്രട്ടേറിയറ്റ് യോഗം. കണ്ണൂരിലെ തെരുവുനായ പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കളക്ടർ ഉൾപ്പെടെ പങ്കെടുക്കും. 2 ദിവസത്തിനകം കടിയേറ്റത് 70-ലധികം ആളുകൾക്ക്. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷങ്ങൾ ചെലവഴിച്ച ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വോക്ക്വേയുടെ ഭാഗങ്ങളും കടലെടുക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കയർ കെട്ടിത്തിരിച്ച്. അമൃത ന്യൂസ് പരമ്പര തുടരുന്നു. കണ്ണീർ കടലോരം. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് ഇന്ന് തുടക്കം. കോഹ്ലിയും രോഹിത്തും വിരമിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പര. നായകനായി ശുഭ്മാൻ ഗില്ലിന്റെ അരങ്ങേറ്റം. മത്സരം ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതൽ. ഭാരതാംബ വിവാദത്തിൽ നിലപാടിലുറച്ച ഗവർണർ. സെൻട്രൽ ഹാളിലെ ചിത്രം മാറ്റില്ല. അതേസമയം സർക്കാർ ചടങ്ങുകൾ രാജ്ഭവനിൽ നടത്തേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം. വിശദാംശങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ പോര് വീണ്ടും രൂക്ഷമാവുകയാണ്. ആദ്യം കൃഷിമന്ത്രി P. പ്രസാദ് പിണങ്ങി ഇറങ്ങുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്നലെ പിണങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഈ ഒരു പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. സർക്കാരും അയയുന്നില്ല, ഗവർണറും അയയുന്നില്ല, അല്ലേ? തീർച്ചയായും മുൻ ഗവർണറുടെ കാലത്തായിരുന്നു നേരത്തെ ഇത്തരത്തിലൊരു വിവാദം, അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് അടുത്ത ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എത്തിയതോടുകൂടി അതിനൊരു സമാപനമുണ്ടായി എന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളിലേക്കോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കോ സർക്കാരും പോയിരുന്നില്ല, ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവയൊക്കെ മാറി ഇപ്പോൾ സർക്കാർ ഗവർണർ പോരാട്ടം, അല്ലെങ്കിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കൂടുതൽ ഊർജ്ജമായി തന്നെ തുടരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലത്തെ സംഭവത്തോടു കൂടി തന്നെ ഗവർണറും സർക്കാരും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. നേതാക്കളൊക്കെയും ഗവർണർക്കെതിരെ രംഗത്തേക്ക് വരുന്നു. അതേ സമയത്ത് തന്നെ ഗവർണറും മന്ത്രിയുടെ പ്രവൃത്തിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്ത് തന്നെയായാലും RSS വൽക്കരണം, രാജ്ഭവനിലെ ഒരു RSS വൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓരോ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്ത് തന്നെയായാലും സർക്കാർ ഗവർണർ പോര് വളരെ ശക്തമായി തന്നെ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ DYFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അതിൽ പ്രധാനമായും അവർ ഊന്നിപ്പറഞ്ഞത് രാജ്ഭവനെ RSS വൽക്കരിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല, ഒപ്പം തന്നെ ഭരണഘടനയ്ക്ക് അനുസരണമായി പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്താൻ, ഇല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. സർക്കാർ നേതൃത്വങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താൻ തന്നെയാണ് സർക്കാരിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒപ്പം തന്നെ മന്ത്രിമാരുടെയും മറ്റ് ഘടകകക്ഷികളുടെയും ഒക്കെയും തീരുമാനം. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനങ്ങളടക്കം പ്രതിഷേധ പരിപാടികളടക്കം വരും ദിവസങ്ങളിലും തുടരുകയും ചെയ്യും.
ശരി രജിത്ത്, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, തരൂരും കോൺഗ്രസുമായുള്ള ഒരു ബന്ധം ഉലയുകയാണ്. ഇന്നലെ തരൂരിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതായത് നിലമ്പൂരിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂർ 8ാമതും ഉണ്ടായിരുന്നു. അതായത് തരൂരിന്റെ വാദങ്ങളെയൊക്കെയും പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് തരൂരിന്റെ ഇത്തരം പ്രസ്താവനകളോട് പ്രതികരിക്കേണ്ട എന്നാണ്. അതായത് തരൂരും കോൺഗ്രസും 2 തട്ടിലേക്ക് നീങ്ങുകയല്ലേ? തീർച്ചയായും ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പരിപാടിയിൽ ഏറ്റവും വലിയ സ്റ്റാർ പദവി ലഭിക്കേണ്ടിയിരുന്ന ആളാണ് ശശി തരൂർ. എന്നാൽ ശശി തരൂർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി മറ്റ് സിന്ദൂർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പോയി വന്നതിന് ശേഷമാണ് ശശി തരൂരിനെ ഇത്തരത്തിൽ സൈഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ശശി തരൂരിനെ ഒരു തരത്തിലും പാർട്ടി പരിപാടികളിലോ പാർട്ടി വേദികളിലേക്കോ എത്തിക്കുന്നതിൽ നിന്നും കോൺഗ്രസും ഒപ്പം തന്നെ ഹൈക്കമാൻഡും അത്തരമൊരു നടപടി സ്വീകരിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഓരോ പരിപാടികളിലും അല്ലെങ്കിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും നേതാക്കളൊക്കെയും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നേരത്തെ മുതൽ തന്നെ കേന്ദ്ര ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും തിരിച്ച് സംസ്ഥാനത്തേക്ക് എത്തിയാൽ ഇവിടെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും ശശി തരൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. വലിയൊരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് പോയി വന്ന ശശി തരൂരിനെ കേൾക്കാൻ പോലും ഹൈക്കമാൻഡ് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവയിലൊക്കെയും തന്നെ ശശി തരൂരിന് അതൃപ്തി നിലനിൽക്കുന്ന സമയത്താണ് ഇന്നലെ ശശി തരൂർ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയത് തന്നെ ഈ പ്രചരണ പരിപാടികളിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മുമ്പ് തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഫോൺ കോളിലൂടെയെങ്കിലും ഒരു ക്ഷണം ഉണ്ടാകാറുണ്ടായിരുന്നു. അത്തരത്തിലൊരു കാര്യം ഇതിൽ ഉണ്ടായില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോഴും ശശി തരൂരിനെ മാറ്റി നിർത്തുക എന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും തുടർന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നേതൃത്വവുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് ശശി തരൂരും അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ശശി തരൂർ അതുപോലെ തന്നെ നേതൃത്വവുമായുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ശരി രജിത്ത്, തരൂരിന്റെ ഈ പരാതികളോട് പ്രതികരിക്കേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാട്. അതായത് പ്രകോപിതനാക്കേണ്ട എന്നാണ് തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. ഇനി നമ്മൾ നിലമ്പൂരിലേക്കാണ് പോകുന്നത്. നിലമ്പൂരിൽ കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ. 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഈ കോൺഗ്രസിൽ നിന്നുള്ള അടിയൊഴുക്കിൽ പ്രതീക്ഷ വച്ചിരിക്കുകയാണ് CPM. അൻവറിന് വലിയ തോതിൽ വോട്ട് സമാഹരിക്കാനായില്ല എന്നും വിലയിരുത്തലുണ്ട്. TK അരവിന്ദനോട് വിശദാംശങ്ങളുമായി. അരവിന്ദൻ, 74.35% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തൊരു വോട്ടിംഗ് ശതമാനം വന്നിട്ടുണ്ട്. ഇത് ആരെ തുണയ്ക്കും? ഐശ്വര്യ, പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കും എന്നുള്ളതിൽ വലിയ കാര്യമില്ല എന്നുള്ളതാണ് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകൾ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുകൾ പഠിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ തരത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നപ്പോഴെല്ലാം മാറിയും മറിഞ്ഞും എല്ലാം വിജയം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന സന്ദർഭത്തിൽ 79% വരെ പോളിംഗ് നടന്നിരുന്നു. അന്ന് UDF ആണ് ജയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 78% ആയപ്പോൾ അൻവർ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അങ്ങനെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കാര്യമില്ല. പക്ഷേ മുന്നണികളെല്ലാം അവസാന നിമിഷം കണക്കുകൂട്ടലുകളാണ്. പ്രത്യേകിച്ചും UDF വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഒരു 10,000-ന് മേൽ വോട്ടുകളോടുകൂടി വിജയിക്കാൻ കഴിയുമെന്നാണ് UDF താഴെ തട്ടിൽ നിന്ന് കിട്ടിയ കണക്കൂട്ടലിൽ വ്യക്തമാക്കുന്നത്. ഇത് 16,000 17,000 വരെ എത്താമെന്നുള്ള കണക്കൂട്ടലെല്ലാം ഉണ്ട്. ഇതൊക്കെ എത്ര യാഥാർത്ഥ്യത്തോടെ അടുക്കുമെന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ച മാത്രമേ പറയാൻ കഴിയുള്ളൂ. എങ്കിലും ഇപ്പോൾ UDF-ന്റെ താഴെ തട്ടിൽ നിന്നുള്ള കണക്കുകൾ അപ്രകാരമാണ്. സ്ത്രീ വോട്ടുകൾ വലിയ തോതിൽ വോട്ട് ചെയ്തു. ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനായി തുടങ്ങിയ കാര്യങ്ങളാണ് ഷൗക്കത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയരുന്നത്. ഇത് വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് UDF കരുതുന്നത്. വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ UDF ഉള്ളത്. അതേസമയത്ത് LDF ആകട്ടെ, LDF-ന്റെ പ്രതീക്ഷ കോൺഗ്രസിൽ നിന്ന് വലിയ തോതിൽ അടിയൊഴുക്കുകൾ LDF-ന് അനുകൂലമായി ഉണ്ടായി എന്നുള്ളൊരു പ്രതീക്ഷ LDF പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഗുണകരമാകും ഒരു പക്ഷേ എന്നുള്ളൊരു തോന്നലാണ്. അവർ കണക്കുകൾ കൃത്യമായ ഒരു 4,000-നോ 5,000-നോ വോട്ടുകൾക്ക് ഒരു പക്ഷേ വിജയിച്ചേക്കാമെന്ന് ചില സാധ്യതകൾ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരുന്നേ ഇക്കാര്യത്തിൽ തീരുമാനമാവുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനം PV അൻവറിൻ്റെ കാര്യമാണ്.
അൻവർ നേരത്തെ വലിയ തോതിൽ 75,000 വോട്ട് ജയിക്കുമെന്നെല്ലാം അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ തരത്തിലുള്ളൊരു ചലനമൊന്നും അൻവറിനുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അൻവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അൻവറിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു 15,000-മേൽ 20,000 വോട്ടുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇടതു വലത് മുന്നണികൾ ഒരു 5,000 വോട്ട് മാത്രമേ അൻവർ പിടിക്കാൻ സാധ്യതയുള്ളൂ എന്നൊരു നിഗമനത്തിലായിരുന്നു. പക്ഷേ അത് 15,000-ന് മേലെയെല്ലാം പോവാം. പക്ഷേ വലിയ തോതിൽ അൻവർ അതിൽ മേലെ 15,000-ന് മേലെയെല്ലാം വോട്ട് പിടിച്ചാൽ ഇത് ഇരു മുന്നണികളെയും ബാധിക്കുമെന്ന് ഇരുപക്ഷവും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അൻവർ ഒരു വലിയ തോതിലല്ലെങ്കിൽ 10,000-15,000 വോട്ടെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. NDA ആകട്ടെ ഒരു 10,000-നടുത്ത വോട്ടിൽ 15,000-ന് മുകളിലെല്ലാം വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തെ പോലെയെല്ലാം എത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ്. കാരണം ബൈ ഇലക്ഷനാണ്. NDAക്ക് സാധാരണ ഒരു ബൈ ഇലക്ഷനിൽ പോളിംഗ് വോട്ട് ശതമാനം കുറയുന്നൊരു കാര്യമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുവരാറുള്ളത്. രണ്ട് മുന്നണികൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ മൂന്നാം ഭാഗത്ത് നിൽക്കുന്ന ഒരു കക്ഷിക്ക് വോട്ട് കുറയുക സ്വാഭാവികമെന്നൊരു വിലയിരുത്തലാണ് അവർ. പക്ഷേ മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയിലൂടെ പുതിയ കുറേ വോട്ടുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നവർ കണക്ക് കൂട്ടുന്നു. ആ തരത്തിൽ ഒരു 10,000-ന് മേൽ വോട്ടുകൾ പിടിക്കാൻ NDAക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് NDAയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും മുന്നണികൾ അവസാന നിമിഷവും കണക്കൂട്ടലാണ്. ഇന്നും നാളെയുമെല്ലാം ഇത് തുടരും. പുതിയ കാര്യങ്ങൾ താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ വിശദമായി പരിശോധിക്കാനുള്ള അവസരമായി ഇത് ഉപയോഗിക്കും. ആര് ജയിച്ചാലും അത് കേരള രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഇതിൽ ഏറ്റവും പ്രധാനം അൻവറിന് തന്നെയാണ്. അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. ഐശ്വര്യ. ശരി അരവിന്ദൻ, മുന്നണികളെല്ലാം കണക്ക് കൂട്ടലുകളിൽ തന്നെയാണ്. പക്ഷെ ജനം വിധി എഴുതി കഴിഞ്ഞു നിലമ്പൂർ ആര് ഭരിക്കണം എന്നുള്ളത്. അത് നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കണക്കുകൾ വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സ്ഥാനാർത്ഥി M സ്വരാജും തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന PB അംഗം വിജയരാഘവനും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളും പ്രചാരണത്തിൽ മുതൽക്കൂട്ടായി എന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ വിജയം ഉറപ്പിച്ചാണ് സെക്രട്ടേറിയറ്റ് യോഗം ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുക. ഭാരതാംബ വിവാദവും യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വോക്ക് വേയുടെ ഭാഗങ്ങളുമാണ് കടലെടുക്കുന്നത്. കയർ കെട്ടി തിരിച്ചാണ് വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. വിശാലമായ മണൽപ്പരപ്പോടെ സംസ്ഥാനത്തെ ബീച്ച് ടൂറിസത്തിന്റെ പ്രധാന മുഖമായിരുന്നു ശംഖുമുഖമെങ്കിൽ ആ തീരം പൂർണ്ണമായും ഇന്ന് കടലെടുത്തു കഴിഞ്ഞു. തീരത്തിന് അഭിമുഖമായി ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും ഇല്ലാതെയായി. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിന് ഏതാനും മീറ്റർ അടുത്തുവരെ തീരം കടൽ കവർന്നു കഴിഞ്ഞു. സ്വദേശീയരും തലസ്ഥാനത്തേക്കെത്തുന്ന വിദേശീയരും ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ സമയം ചെലവഴിക്കാൻ എത്തിയിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികൃതരുടെ കൺമുന്നിൽ തന്നെ ഇല്ലാതാകുന്നത്. ശംഖു ഇങ്ങനെയാണ് ഇരുന്നത് മുമ്പേ ഇല്ല, ഭയങ്കരമായിട്ട് ഇത് ശാന്തമായി കിടന്നതാണ്. ഇപ്പം വിഴിഞ്ഞ ആറുമണി വന്നതിന് ശേഷം കല്ല് കടലിൻ്റെ ഇടുന്തോറും കടലിന് ബുദ്ധിമുട്ടി തന്നെ. ശംഖുമ എത്ര പോയി ഇല്ലയോ, അപ്പുറത്തെ എത്ര വീടുകൾ നശിച്ചത്, ഇതെല്ലാം ആരും ചിന്തിക്കുന്നോ? ഫുട്ബോൾ കളിച്ച സ്ഥലമാണിത്, തീരെ പോയി. ഇപ്പം മണ്ഡപത്തിന് അടുത്തുവരെ എത്തിയില്ലയോ? നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ നമുക്ക് കടപ്പുറം കാണാൻ പറ്റുമായിരുന്നു. ഇത് ആറ്റുമണൽ പോലും ഇല്ലാതെ കൊണ്ടുവന്ന് കെട്ടിയത്. അത് വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം, ഇതിലെന്തെങ്കിലും നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ എന്ന്. അതങ്ങനെ കടലിനകത്തോട്ട് ഇതുവഴിയായിരുന്നു റോഡ്. അതെല്ലാം കഴിഞ്ഞ് കടലിനകത്തോട്ട് കൊണ്ട് കെട്ടിയ കടൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇങ്ങനെ തന്നെ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്ക് അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചും കയറുക. വാവ വലിയാകുമ്പോഴേക്കും പുതിയതായിട്ട് കെട്ടണതാണ് ഇടിയണത്. വീണ്ടും അവരത് കെട്ടും, അത് ഇടിയും. 100 ഫുഡ് സ്ട്രീറ്റുകളുടെ നവീകരണം എന്ന സർക്കാർ പദ്ധതിയിൽ ശംഖുമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മിതികളും കടലെടുക്കുകയാണ്. കണക്കുകൾ പ്രകാരം 2020 ജനുവരി വരെ 35 മീറ്റർ ദൈർഘ്യമുണ്ടായിരുന്ന കടൽ തീരം 5 വർഷത്തിനിപ്പുറം ഇല്ലാതാകുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ശംഖുമുഖത്തെ വിശാലമായ തീരം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വോക്ക് വേയും ഇന്ന് കടലെടുക്കുകയാണ്. താമസിയാതെ ടൂറിസ്റ്റുകളും ശംഖുമുഖത്തോട് വിട പറയും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇറാന്റെ ഭരണമാറ്റമല്ല ഔദ്യോഗിക ലക്ഷ്യമെന്നും പക്ഷേ ആക്രമണത്തിന്റെ അന്തിമ ഫലം അതായിരിക്കുമെന്നും ഇസ്രായേൽ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് ആരുടെയും സഹായവും വേണ്ടെന്നും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. അതേസമയം ഇസ്രായേലിന്റെ പക്ഷത്ത് ചേരണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് അമേരിക്ക 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. അതിനിടെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇറാനെതിരായ ആക്രമണത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ഭരണമാറ്റം കൂടി അന്തിമ ഫലമായി ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞു. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേലി ക്യാൻ പബ്ലിക് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും നീക്കം ചെയ്യാൻ ഇസ്രായേലിന് ശക്തിയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ നിരവാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ വിശദീകരണം. The president's top priority right now is ensuring that Iran cannot obtain a nuclear weapon and providing peace and stability in the Middle East. Look, Iran is in a very weak and vulnerable position because of the strikes and the attacks from Israel. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇടപെട്ടാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും റഷ്യ പറയുന്നു. സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേലി ആശുപത്രിക്ക് നേരെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം ഇതുവരെ 400 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചുവെന്നാണ് കണക്ക്. ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കണ്ണൂരിലെ തെരുവുനായ ആക്രമണം ചർച്ച ചെയ്യാൻ ഇന്ന് കളക്ടറേറ്റിൽ യോഗം ചേരും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിലാണ് അടിയന്തര യോഗം ചേരുക. 2 ദിവസത്തിനിടെ തെരുവുനായയുടെ കടിയേറ്റത് 75 പേർക്കാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ്, താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് പരിസരം, പ്ലാസ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് ആളുകളെ കടിച്ചത്. അതേസമയം പേവിഷബാധ ലക്ഷണങ്ങളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 5 വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനം പക്ഷിപ്പനി വിമുക്തമായെന്ന കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് വിജ്ഞാപനം പുറത്തു വന്നെങ്കിലും ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല. പക്ഷിപ്പനിയെ തുടർന്ന് വർഷങ്ങളായി കടത്തിലും ദുരിതത്തിലും കഴിയുന്ന കർഷകർക്ക് അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനിയണം. കേന്ദ്ര വിജ്ഞാപനം വന്നതോടെ പക്ഷികളെ വളർത്തുന്നതിനും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള നിയന്ത്രണങ്ങളെല്ലാം നീങ്ങി. കഴിഞ്ഞ വർഷം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ 38 കേന്ദ്രങ്ങളിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 30ഉം ആലപ്പുഴയിലായിരുന്നു. പ്രഭവ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് കേരളത്തിൽ നിലവിൽ രോഗമില്ലെന്ന് ഉറപ്പാക്കിയത്. ഏപ്രിലിൽ ദേശാടന പക്ഷികളുടെ സീസണും അവസാനിച്ചതോടെ പെട്ടെന്ന് രോഗവ്യാപനത്തിനുള്ള സാധ്യതകളില്ലാതായി. എന്നാൽ നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞെങ്കിലും ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല. നഷ്ടപരിഹാര തുകയിൽ കുടിശ്ശിക തുടരുന്നതാണ് കർഷകരുടെ പ്രതിസന്ധിക്ക് കാരണം. ഒരു ആശ്വാസവും ഇത് കണ്ടെത്താൻ നമുക്ക് എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനൊരു നിയന്ത്രണമോ കാര്യങ്ങളോ എല്ലാം വേണ്ടിയ സർക്കാർ എടുക്കണം. എടുത്തില്ലെങ്കിൽ ഇതിന് ഇൻഷുറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ വായ്പ മേടിച്ചും കടമെടുത്തും വട്ടിപ്പലിശയ്ക്ക് മേടിച്ചും എല്ലാം ചെയ്യുന്ന തൊഴിലാണിത്. അപ്പോൾ അതിന് സർക്കാർ ഇത് അംഗീകരിക്കണം. സർക്കാർ ഇതിന് ഇൻഷുർ കമ്പനി ഉണ്ടാകണം, ഇത് ഇൻഷുർ ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ താറാവ് കർഷകർക്ക് ഒരു നിയന്ത്രണമാവും. ഇപ്പം നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് താറാവ് വരുന്നുണ്ട്, മുട്ട വരുന്നുണ്ട്, ചീഞ്ഞാണേലും പഴുത്താണേലും കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് നടക്കത്തില്ലേ? ഇത്രയും ജനങ്ങൾ ഈ താറാവ് കർഷകർ എത്രയോ ആയിരക്കണക്കിന് താറാവ് കർഷകരുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് പറ്റാത്തതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇതിനൊരു നിയന്ത്രണമോ ഇല്ലേ ഒരു കാര്യങ്ങളുമില്ല. കൊന്നൊടുക്കിയ പക്ഷികളുടെ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം 50% വീതം കേന്ദ്രവും സംസ്ഥാനവുമാണ് നൽകേണ്ടത്. ഇതിൽ 2 മാസത്തിലധികം വളർച്ചയുള്ളവയ്ക്ക് 200 രൂപ വീതവും അതിന് താഴെയുള്ളവയ്ക്ക് 100 രൂപ വീതവുമാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ 12% കുറച്ചാണ് നൽകിയത്. ശേഷിക്കുന്ന തുക മാർച്ചിൽ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതോടെ ലോണെടുത്തും കടം വാങ്ങിയും കൃഷി നടത്തിയ കർഷകർ ദുരിതത്തിലായി. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ പലരും കൃഷി ഉപേക്ഷിച്ച് മറ്റു ജോലികൾ തേടി.
എന്നാൽ ഇപ്പോഴും ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനവധി കർഷകരും തൊഴിലാളികളും കുട്ടനാട്ടിലുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ ആശ്വാസത്തിന്റെ തിരി തെളിയണമെങ്കിൽ ഇനി അധികൃതരുടെ കനിവ് കൂടിയേ തീരൂ. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ടുള്ളതിനാലാണ് കളക്ടറുടെ നടപടി. പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമാണ് അവധി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഗുരുതരമായി പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച ആസാം സ്വദേശിക്ക് കൈത്താങ്ങായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ. ബധിരനും മൂകനുമായ ആസാം സ്വദേശി ഇന്ദ്രജിത്തിനെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയും കോട്ടയം മെഡിക്കൽ കോളേജും ചേർന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച് വഴിയരികിൽ കിടന്ന ആസാം സ്വദേശി ഇന്ദ്രജിത്തിനെ ആരൊക്കെയോ ചേർന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അതീവ ഗുരുതരമായിരുന്നു പരിക്ക്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകി വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഡോക്ടർ സതീഷിന്റെ നേതൃത്വത്തിൽ അതിസങ്കീർണമായ തലയൊട്ടി തുറന്നുള്ള ശസ്ത്രക്രിയ വേണ്ടിവന്നു. അത്യാസന്ന നില തരണം ചെയ്തതോടെ തിരികെ വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക്. പത്തനംതിട്ടയിൽ ഡോക്ടർ ജെഫി ജോർജിന്റെ കീഴിലായിരുന്നു ഇന്ദ്രജിത്തിന്റെ ചികിത്സ. പേഷ്യൻ്റ് ബേസിക്കലി ഡഫ് ഉണ്ട് അമ്മ. നമ്മൾ പുള്ളിക്കാരൻ്റെ പേരും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ മൊബൈലിനകത്ത് ഈ സൈൻ ലാംഗ്വേജ് കാണിച്ചിട്ട് പുള്ളിക്കാരൻ്റെ പേര് എഴുതാൻ അറിയാം. പുള്ളിക്കാരൻ്റെ ലാംഗ്വേജിലാണ് എഴുതിയത്. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടപ്പം പേരും മനസ്സിലായി. അപ്പം ഇന്ദ്രജിത്ത് മനോഹർ എന്ന പുള്ളിക്കാരൻ എഴുതിയത്. അഡ്രസ്സിൻ്റെ കാര്യവും നമ്മൾ ചോദിച്ചു, ആധാർ എന്തെങ്കിലും ഉണ്ടോ, അതും സൈൻ ലാംഗ്വേജ് ചോദിച്ചു. പക്ഷേ അത് പുള്ളിക്കാരന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് ബധിരനും മൂകനുമായ ഇന്ദ്രജിത്തിന്റെ പേരും സ്ഥലവും ആശുപത്രി അധികൃതർ മനസ്സിലാക്കിയത്. പരിചയക്കാരെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഒടുക്കം ഇന്ദ്രജിത്തിന്റെ പുനരധിവാസവും ആശുപത്രി അധികൃതർ തന്നെ ഉറപ്പാക്കി. പേഷ്യൻ്റ് വന്നതിനെക്കാട്ടി നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ പി എം ആറിൻ്റെ എൻ്റെ അണ്ടറിൽ തന്നെയാണ്. പക്ഷേ PMR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട് സഹായം. അതുപോലെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെയും സഹായമുണ്ട്. ഈ ബൈറ്റ് വെച്ച് ആരെങ്കിലും തിരക്കി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിറവേറ്റിയതെന്ന് ഡോക്ടർമാരും ആശുപത്രി അധികൃതരും പറയുന്നു. അതേസമയം വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ലെങ്കിലും ഇന്ദ്രജിത്താകട്ടെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയവരോടുള്ള കടപ്പാട് അവൻ്റെ പെരുമാറ്റത്തിൽ അറിയിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ കൊണ്ടുവന്ന സൈക്കിൾ പദ്ധതി പരാജയമാകുന്നു. കുടുംബശ്രീ സംരംഭം എന്ന നിലയിൽ കഴിഞ്ഞ വർഷമാണ് 5 വാർഡുകളിൽ ഈ കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ സൈക്കിൾ ആരും ഉപയോഗിക്കാതെ പൊടി പിടിച്ച് തുരുമ്പെടുത്ത് കിടക്കുകയാണ്. പലയിടങ്ങളിലും സൈക്കിൾ സൂക്ഷിക്കാൻ ഷെഡുകളുമില്ല. ആദ്യഘട്ടത്തിൽ 10 വാർഡുകളിൽ നടപ്പാക്കേണ്ട പദ്ധതി ഇതുവരെ 5 വാർഡുകളിൽ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. ഒരു വാർഡിൽ 20 സൈക്കിളുകളാണ് നൽകിയത്. 10 വയസ്സ് മുതലുള്ള എല്ലാവർക്കും സൈക്കിൾ ഉപയോഗിക്കാം. 1 മണിക്കൂറിന് 20 രൂപ. സമയം കൂടുമ്പോൾ ചാർജും വർദ്ധിക്കും. എന്നാൽ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ പദ്ധതി പരാജയമായിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പദ്ധതി ആളുകളിലേക്ക് വേണ്ട വിധം എത്തിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല. പലയിടങ്ങളിലും ഷെഡ് പോലും നിർമ്മിക്കാതെയാണ് സൈക്കിൾ കൊണ്ടുവന്നിറക്കിയത്. ആഴ്ചവട്ടത്ത് കാളൂർ റോഡിൽ ഒരു വീടിന്റെ ഷെഡിലാണ് സൈക്കിൾ പൊടിപിടിച്ച് കിടക്കുന്നത്. ആരും ഇതുവരെ അന്വേഷിച്ചു വന്നില്ല എന്ന് വീട്ടുടമസ്ഥൻ പറയുന്നു. സർക്കാരിൻ്റെ ഒരു സംരംഭം നല്ല രീതിയിലായിരുന്നു, പക്ഷെ അത് തുടങ്ങിയ സ്ഥലം ശരിയായില്ല എന്നുള്ളതാണ് അഭിപ്രായം. നടക്കാവിലെ ഷെഡിലും സൈക്കിൾ അന്വേഷിച്ച് ആരും എത്തുന്നില്ല. ആരന്വേഷിച്ചൊന്നുമില്ല, ഒറ്റ കുട്ടികളൊന്നുമില്ല. പിന്നെ കൊടുക്കാനും പറ്റൂലല്ലോ, ഓരോ സമ്മതമില്ലാതെ വന്നാലും. ഒന്നെങ്കിൽ ഞാൻ പറയാം കൗൺസിലർ പറയാം, അല്ലെങ്കിൽ കൗൺസിലർ വിളിച്ച് വിവരം പറയാം. സൈക്കിൾ പദ്ധതി കോർപ്പറേഷന്റെ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പലതും തുരുമ്പെടുത്ത് കാറ്റുപോയ അവസ്ഥ. ഈ പദ്ധതിയുടെ ശരിക്കും നമുക്ക് പറയാം കാറ്റുപോയ സൈക്കിൾ പദ്ധതി എന്ന് ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാം. 7000 രൂപയ്ക്ക് മുകളിലാണ് സൈക്കിളിന്റെ വില. വലിയ തുക ചെലവഴിച്ചുകൊണ്ട് നടപ്പാക്കിയ പദ്ധതി ആർക്കും ഉപയോഗമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയുടെ നേർചിത്രമായി മാറുകയാണ് സൈക്കിൾ പദ്ധതി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് ഇന്ന് തുടക്കമാവുകയാണ്. യുവനിരയാണ് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീം. ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30-ക്കാണ് മത്സരം. 5 മത്സരങ്ങൾ അടങ്ങിയ ഈ പരമ്പരയോടെ ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിന് തുടക്കമാവുകയാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷമുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കാണ് ലീഡ്സിൽ തുടക്കമാകുന്നത്. സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവനിരയാണ് കളത്തിലിറങ്ങുന്നത്. സായ് സുദർശൻ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ,
മുഹമ്മദ് സിറാജ്, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ യുവനിരയാണ് ടീമിലുള്ളത്. കോഹ്ലിയുടെ 4-ാം നമ്പറിലാകും ഗിൽ ഇറങ്ങുക. പേസിനെ പിന്തുണയ്ക്കുന്ന ഇംഗ്ലണ്ടിലെ പിച്ചിൽ ഇന്ത്യൻ ടീമിൽ ഹർഷിത് റാണ ഉൾപ്പെടെ 7 പേസർമാരാണ് ഉള്ളത്. അതേസമയം ഇന്ത്യൻ ടീമിൽ സ്റ്റാർ ബാറ്റ്സ്മാൻ കരുൺ നായരുടെ പരിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിദേശ പിച്ചിൽ പരിചയസമ്പന്നരല്ലാത്ത കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് പ്ലേയിങ് 11-ൽ മാറ്റങ്ങളുമുണ്ട്. ക്രിസ് വോക്സ് ഇംഗ്ലണ്ട് നിരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജേക്കബ് ബഥേലിന് പകരക്കാരനായി ഒല്ലി പോപ്പിന് അവസരം ലഭിച്ചു. പരിക്ക് മൂലം കഴിഞ്ഞ 2 ടെസ്റ്റുകളിൽ നിന്ന് വിട്ടുനിന്ന വോക്സ് സാം കുക്കിന് പകരക്കാരനാകും. വിശ്രമത്തിലായ ഗസ് ആറ്റ്കിൻസണിന് പകരക്കാരായി ബ്രൈഡൻ കാർസും ടീമിലെത്തിയിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിന് മഴ ഭീഷണിയുണ്ട് എന്നാണ് പ്രവചനം. പിച്ച് ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുമെങ്കിലും പേസർമാർക്ക് കൂടുതൽ സ്വിംഗ് കിട്ടുവാനുള്ള സാഹചര്യമാണ് ലീഡ്സിലുള്ളത്. 18 വർഷത്തിനു മുമ്പാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയത്. 2007-ൽ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ അവസാനമായി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര നേടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി വിപണി വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് വിപണിയുടെ ഒരു നില എങ്ങനെയായിരിക്കും? ഇന്നലത്തേതിൽ നിന്നും നേരിയ നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. എങ്കിലും വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ വിൽപ്പന സജീവമായിരുന്നു. പ്രത്യേകിച്ചും രണ്ടാം നിര ചെറുകിട ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പനയാണ് കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ നടന്നിരുന്നത്. ചെറുകിട നിക്ഷേപകർ വിപണിയിൽ നിന്നും വിറ്റൊഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് കാണിക്കുന്നത്. കാരണം നിക്ഷേപ സ്ഥാപനങ്ങൾ സജീവം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ഒപ്പം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വിൽപ്പന നടത്തുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ കാണുന്ന ഈ ഒരു വിൽപ്പന സമ്മർദ്ദം പ്രധാനപ്പെട്ട ഒരു കാരണം. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും ആഗോള വിപണികളുടെ കാര്യത്തിൽ US, യൂറോപ്യൻ വിപണികളിലെല്ലാം നേട്ടം തന്നെയാണ്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതരം നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിലും ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. എങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകർ ഈ രീതിയിൽ വിപണിയിൽ വിട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ വിൽപ്പന തുടരുന്നത് ഒരു പരിധിവരെ രണ്ടാം നിര ചെറുകിട ഓഹരികളെ സാരമായി ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് അത്തരം ഓഹരികളിൽ മാത്രം ഒരു വിൽപ്പന സമ്മർദ്ദം തുടരുന്നതും. എന്തായാലും ഇന്നലെ മുൻനിര ഓഹരികളിൽ അത്ര കാര്യമായ ഒരു വിൽപ്പന ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. മുൻനിര സൂചിയായി നിഫ്റ്റി 25,000 എന്ന നിലവാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. 24,800 എന്ന നിലവാരത്തിൽ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നും വിപണി നേട്ടത്തോടെയാകും തുടങ്ങുക. കെ ദിലീപാണ് വിലയിരുത്തൽ നടത്തിയത്. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.